ജീവനേക്കാൾ വിലയുണ്ടോ ഒരു സ്ഥാനാർത്ഥിത്വത്തിന്? സ്ഥാനാർത്ഥിയാകാൻ പറ്റിയില്ലെങ്കിൽ മരിക്കുകയല്ല വേണ്ടതെന്ന് നമുക്ക് ഏവർക്കും മാറി നിന്ന് പറയാൻ കഴിയും. ഇത്തരം കടുങ്കൈകൾക്ക് പിന്നിൽ സംഘടനകൾക്കുള്ള പാളിച്ചകളുണ്ട്. പതിറ്റാണ്ടുകളായി സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ സ്വന്തം വിലയളക്കുന്നത് സംഘടന അവർക്ക് തിരിച്ചു നൽകുന്ന സ്ഥാനമാനങ്ങളിലൂടെയാണ്. സംഘടനയാണ് ജീവിതം എന്ന് കരുതുന്നവർക്ക് അത് നഷ്ടമാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. തിരുവനന്തപുരത്ത് RSS പ്രവർത്തകനായ ആനന്ദ് കെ തമ്പി ജീവനൊടുക്കിയത് മാത്രമല്ല ഞാൻ ഈ പറയാനുള്ള കാരണം. നെടുമങ്ങാട് മറ്റൊരാൾ ഇന്ന് ജീവനൊടുക്കാൻ ശ്രമിച്ചതുമല്ല കാരണം. ഈ ദിവസങ്ങളിൽ എത്രയോ പേരാണ് വിവിധ സംഘടനകളിൽ നിന്നും രാജിവെച്ചുകൊണ്ടിരിക്കുന്നത്. ചിലർ സ്വതന്ത്രരായി മത്സരിക്കുന്നത്, മറ്റു ചിലർ എതിർ പാർട്ടികളിൽ പോയി ചേരുന്നത്. ഇതൊക്കെ മനസ്സിൽ നല്ല ഉറപ്പുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെയല്ലാതെ തീർത്തും തളർന്നു പോകുന്ന അനേകരുണ്ട്. അവരാണ് സ്വയം ജീവൻ ഒടുക്കുന്നതിലേക്കും എക്കാലത്തേക്കുമായി രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതിലേക്കും ഒക്കെ ചെന്നെത്തുന്നത്. ചിലർ വളരെ പരസ്യമായി തന്നെ പിൻവാങ്ങുമ്പോൾ ഒരു പ്രതിഷേധം പോലും ഉയർത്താതെ ഉൾവലിയുന്ന നിരവധി പേരുമുണ്ട്. ഇവരൊക്കെ സ്ഥാനമാനങ്ങൾ തേടി രാഷ്ട്രീയത്തിൽ വന്നവരാണല്ലേ? അങ്ങനെ പരിഹസിക്കാനും എളുപ്പമാണ്. ഇപ്പോൾ ഈ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിക്കുന്ന എല്ലാവരും പ്ലേയിങ് 11-ൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കും. ടീമിന് വേണ്ടി താൻ നൽകാൻ പോകുന്ന സേവനത്തെക്കുറിച്ചുള്ള ആവേശത്തിലാണ് അങ്ങനെ ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും. രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവരും സൈഡ് ബെഞ്ചിൽ ഇരിക്കാമെന്ന് കരുതി വരുന്നവരല്ലല്ലോ. ആജീവനാന്തം പോസ്റ്റർ ഒട്ടിച്ചും തല്ലുകൊണ്ടും നടക്കാനായി ആരും പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുന്നുമില്ല. എല്ലാവർക്കും സ്ഥാനമാനങ്ങൾ കൊടുക്കാൻ കഴിയില്ല എന്നത് പരമമായ സത്യമാണ്. പക്ഷേ തനിക്ക് കിട്ടാത്തതിനേക്കാൾ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ വേറെയുണ്ടാകും. തീർത്തും അന്യായമെന്ന് കരുതുന്ന രീതിയിൽ നീതി നിഷേധിക്കപ്പെടുമ്പോഴാണ് ഇങ്ങനെ മനസ്സാകെ തളർന്നു പോകുന്നത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ജീവനെടുക്കുന്ന സ്ഥാനാർത്ഥി നിർണയങ്ങൾ. ഇനി സ്ഥാനാർത്ഥിയാകുന്നു എന്ന് കരുതൂ. ആ നിമിഷം മുതൽ അസാമാന്യമായ മനക്കരുത്തുണ്ടായേ കഴിയൂ. എതിർകക്ഷികൾ നടത്തുന്ന പ്രചാരണങ്ങളെയൊക്കെയും അതിജീവിക്കാൻ അതികഠിനമായ മാനസികാവസ്ഥ അനിവാര്യമാണ്. സ്ഥാനാർത്ഥിയാകുന്നതിന് മുൻപ് എല്ലാവരും സുഹൃത്തുക്കളായിരുന്നു എങ്കിൽ സ്ഥാനാർത്ഥിയാകുന്ന നിമിഷം പകുതി പേരും മറുചേരിയിലാകും. തിരുവനന്തപുരത്തെ തന്നെ വൈഷ്ണയുടെ കാര്യമൊന്നെടുക്കാം. പാർട്ടി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ വലിയ നിലയ്ക്ക് സന്തോഷിച്ചാണ് പ്രചാരണം തുടങ്ങിയത്. അപ്പോഴാണ് എതിർ പാർട്ടികൾ നൽകിയ പരാതിയിൽ വോട്ട് തന്നെ ഇല്ലാതാകുന്നത്. വോട്ടർ പട്ടികയിലുള്ള വീട്ടു നമ്പറിൽ അങ്ങനെ ഒരാൾ താമസിക്കുന്നില്ലെന്നാണ് പരാതി. അന്വേഷിച്ച് വന്ന ഉദ്യോഗസ്ഥർക്ക് അത് ബോധ്യപ്പെട്ടു. അതോടെ വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കി. സ്ഥാനാർത്ഥിയായ സന്തോഷം ആ നിമിഷം വലിയൊരു സങ്കടത്തിലേക്ക് വഴിമാറി. ഇനി എന്തു വേണമെന്ന് പാർട്ടി തീരുമാനിക്കട്ടെ എന്നാണ് വൈഷ്ണ എന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത്. അതാണ് മനക്കരുത്തുള്ളവർ സ്വീകരിക്കുന്ന നിലപാട്. അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. പാർട്ടികൾ വഴി കാണിക്കേണ്ടത് ഇത്തരം ഘട്ടങ്ങളിലാണ്. സ്ഥാനാർത്ഥിത്വം കിട്ടുക എന്നാൽ എല്ലാം തികഞ്ഞുവെന്നല്ല. അതൊക്കെ മനസ്സിലാക്കാൻ ഓരോരുത്തർക്കും കഴിയേണ്ടതുമുണ്ട്. പക്ഷേ പതിറ്റാണ്ടുകൾ പ്രവർത്തിക്കുന്ന പാർട്ടി അവഗണിച്ചു എന്ന് തോന്നുന്ന നിമിഷം അതിജീവിക്കുക എന്നതാണ് പ്രധാനം. അപ്പോൾ ശത്രുത തോന്നുന്നത് പാർട്ടിയോടല്ല, പാർട്ടിക്ക് വേണ്ടി തീരുമാനമെടുത്തു എന്ന് കരുതുന്നവരോടാണ്. അവർ കാണിക്കുന്നത് അനീതിയാണെന്ന് തോന്നുകയാണ്. പാർട്ടിയുടെ തീരുമാനങ്ങൾ അണികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ തിരിച്ചടികൾ ഉണ്ടാകും. കാപ്പ കേസിലെയും പോക്സോ കേസിലെയും പ്രതികളെ സ്ഥാനാർത്ഥിയാക്കി ഇറക്കിയിട്ട് ഇവരെല്ലാം തികഞ്ഞവരാണെന്ന് അണികളോട് പറഞ്ഞാൽ എന്തു സംഭവിക്കും? പാർട്ടി പ്രവർത്തകർക്ക് മാത്രമല്ല, പൊതുപ്രവർത്തനത്തിൽ തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാകും ഫലം. പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും MLA ആകാൻ കഴിയില്ല എന്നത് സത്യമാണ്. കേരളത്തിൽ ആകെ 140 പേർക്കാണ് അതിനൊരു അവസരം കിട്ടുക. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് അങ്ങനെയല്ല. പ്രവർത്തിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും അവിടെ ഒരു പരിഗണന ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ നൽകാൻ കഴിയില്ലെങ്കിൽ മുൻകൂട്ടി തന്നെ പറഞ്ഞ് വഴിമാറി ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കണം. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് സീറ്റ് നൽകാൻ കഴിയുന്നത് 100 പേർക്കാണ്. ആ 100 പേരിൽ വരാൻ സാധ്യതയില്ലാത്തവർക്ക് വെറുതെ മോഹം നൽകി കൂടെ കൊണ്ട് നടക്കരുത്. ആനന്ദ് കെ തമ്പി RSS BJP നേതാക്കളെ മൃതദേഹം പോലും കാണിക്കരുത് എന്ന് എഴുതി വച്ചാണ് ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. ആനന്ദിന്റെ ബന്ധു കൂടിയായ തിരുമല അനിൽ ജീവനൊടുക്കിയത് ഈ അടുത്ത കാലത്താണ്. അതിന് കാരണം സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിസന്ധിയാണ്. BJP നേതാക്കൾ കടമെടുത്ത തുക തിരിച്ചടയ്ക്കുന്നില്ല എന്നായിരുന്നു ആരോപണം. BJPയുടെ വക്താവായിരുന്ന MS കുമാർ സമീപകാലത്ത് ഉന്നയിച്ചതും ഇതിനു സമാനമായ ആരോപണമാണ്. നെടുമങ്ങാട്ടെ BJP പ്രവർത്തക ജീവനൊടുക്കാൻ ശ്രമിച്ചതിലും പാർട്ടിക്കു നേരെയാണ് ആരോപണമുന. ഇതൊരു പാർട്ടിയുടെ മാത്രം പ്രശ്നമല്ല. എല്ലാ പാർട്ടികളും ഇതുപോലുള്ള പ്രതിസന്ധികളും തിരിച്ചടികളും നേരിടുന്നുണ്ട്. എന്നാൽ പ്രവൃത്തി പരിചയവും പക്വതയും കൊണ്ട് അവയെ അതിജീവിക്കുകയാണ് പാർട്ടികൾ ചെയ്യുന്നത്. പക്വതയില്ലാത്ത നേതൃത്വം വിഷയം കൈകാര്യം ചെയ്യുമ്പോഴാണ് ജീവനൊടുക്കുന്ന നിലയിലേക്ക് ഈ പ്രശ്നങ്ങൾ വളർന്നു വരുന്നത്.
പൊതുപ്രവർത്തകരാകാൻ ആഗ്രഹിക്കുന്നത് പണമുണ്ടാക്കാൻ വേണ്ടിയല്ല. കോർപ്പറേഷനിലെ ഒരു ഡിവിഷനിൽ മെമ്പർക്ക് കിട്ടാവുന്ന ഓണറേറിയം 8200 രൂപ മാത്രമാണ്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്കാണെങ്കിൽ 8000 രൂപ, പഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ 14200 രൂപയും കോർപ്പറേഷൻ മേയർ ആയാൽ 15800 രൂപയുമാണ് കിട്ടുക. അതായത് സാമ്പത്തികമായി ഒട്ടും ആകർഷകമല്ല ഈ തുക എന്നതാണ് സത്യം. പഞ്ചായത്തിലും കോർപ്പറേഷനിലും ഒരു ക്ലർക്കായി ജോയിൻ ചെയ്യുന്നവർക്ക് ആദ്യ മാസം തന്നെ ഇതിന്റെ ഇരട്ടിയിലധികം തുക ലഭിക്കും. പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അവർക്ക് വിലയുണ്ടാകുന്നത് ഇങ്ങനെ ഓരോരോ പദവികൾ കിട്ടുമ്പോഴാണ്. മറ്റുള്ളവർ അപ്പോൾ നൽകുന്ന ആദരവാണ് അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അഴിമതി നടത്തുന്നവർ അനേകരുണ്ടാകാം, എന്നാൽ അതിലൊന്നും ഉൾപ്പെടാത്തവരുമുണ്ട്. അവർ സേവനം നൽകുമ്പോൾ ലഭിക്കുന്ന സൽപ്പേര് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. നിഷ്കളങ്കമായ അത്തരം ആഗ്രഹങ്ങളുള്ളവർ ഒട്ടേറെയുണ്ട് എന്നതുകൊണ്ടാണ് ഈ നാട് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അഴിമതിക്കാരെയും സ്വജനങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരെയും തിരിച്ചറിയാനും മാറ്റി നിർത്താനും ജനങ്ങൾക്ക് മുന്നിൽ ഒരുപാട് വഴികളുണ്ട്. ഒരു അഴിമതിക്കാരന് എല്ലാ കാലത്തും ഇത്തരത്തിൽ അഴിമതി നടത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല. സിസ്റ്റം മുഴുവൻ ചീഞ്ഞു നാറുന്ന അവസ്ഥയിൽ മാത്രമാണ് അത്തരക്കാർക്ക് നിലനിൽപ്പുള്ളത്. മണൽ മാഫിയയും ക്വാറി മാഫിയയും മദ്യമാഫിയയും സംവിധാനം കീഴടക്കുന്ന നിമിഷമാണ് നിഷ്കളങ്കർക്കും നിഷ്പഷ്ടർക്കും സ്ഥാനം നഷ്ടപ്പെടുന്നത്. സർക്കാർ പൗരന്മാരോട് എന്നതുപോലെ പാർട്ടികൾ അണികളോടും ഉത്തരവാദിത്തമുള്ളവരാണ്. ഓരോരുത്തർക്കും അർഹതയുള്ളതിന്റെ പരമാവധി നൽകാൻ ശ്രദ്ധ കൊടുക്കുകയും വേണം. നിരന്തരമായി ഒരാളോ ഒരു വിഭാഗമോ അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ തിരിച്ചറികൾ സ്വാഭാവികമായും ഉണ്ടാകും. അതപ്പോൾ ഒരു ഉൾപാർട്ടി പ്രശ്നമല്ല, സമൂഹത്തിന്റെ മുഴുവൻ പ്രശ്നമാണ്. ഒരു ആനന്ദ് കെ തമ്പിയുടെ മാത്രം പ്രശ്നമല്ല ഇത്. ജനതയ്ക്ക് സിസ്റ്റത്തിൽ വിശ്വാസം നശിക്കുന്നത് പോലെ തന്നെയാണ് അണികൾക്ക് ആ പാർട്ടിയിലുള്ള വിശ്വാസം നശിക്കുന്നതും. ഇപ്പോൾ 1-2 പേരുടെ ഇഷ്ടത്തിന് കൊണ്ടു നടക്കാനുള്ള ഒരു സംവിധാനമല്ലല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് ഒരു ജനകീയതയും ജനാധിപത്യവും ഉറപ്പു നൽകേണ്ടതുണ്ട്. പാർട്ടി മാറ്റങ്ങൾ ചിലരെ സംബന്ധിച്ചെങ്കിലും ജീവൻ ഒടുക്കാതിരിക്കാനുള്ള മാർഗമാണ്. സ്വന്തം പാർട്ടിയിൽ നിന്നും പരമാവധി സഹിച്ച ശേഷമാണ് ചിലരെങ്കിലും മാറുന്നത്. അതേസമയം 70 വയസ്സു കഴിഞ്ഞിട്ടും പതിറ്റാണ്ടുകളോളം കിട്ടാവുന്നതെല്ലാം അനുഭവിച്ചിട്ടും വഴിമാറാത്ത ചിലരുമുണ്ട്. അവരുടെ വൃദ്ധശാഠ്യങ്ങൾക്ക് ഒരു പാർട്ടിയും വഴങ്ങേണ്ടതുമില്ല. എന്നാൽ ചെറുപ്പക്കാരുടെ കാര്യം അങ്ങനെയല്ല. അവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് തോന്നിയാൽ പാർട്ടി കരുണയോടെ ഇടപെടുക തന്നെ വേണം. ജനാധിപത്യം പുതുജീവൻ നൽകാനുള്ള വഴിയാണ്. അത് ജീവൻ എടുക്കാനുള്ള ഉപാധിയായി മാറരുത്. സ്പോർട്സിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.